നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പരിപാലന ചെലവ് കുതിച്ചുയരുന്നു. പാൽ വില കൂട്ടിയിട്ടും നേട്ടമില്ലെന്ന് ക്ഷീര കർഷകർ. പാൽ വില 4 രൂപ കൂട്ടിയിട്ടും കാര്യമായ നേട്ടമില്ലെന്ന് കർഷകർ. ഇതിൽ 3 രൂപ 53 പൈസ കർഷകന് ലഭിക്കുമെങ്കിലും ഇപ്പോഴത്തെ ചെലവുമായി ഒത്തുനോക്കുമ്പോൾ നേട്ടമില്ലെന്നാണ് പറയുന്നത്. ചെറിയ ആശ്വാസമാണെന്ന് മാത്രം. കുതിച്ചുയരുന്ന കാലിത്തീറ്റ വില, പരിപാലന ചെലവ്, പശുവിൻ്റെ ചികിത്സ, ഗതാഗത ചെലവുകൾ എന്നിവ കണക്കാക്കിയാൽ ലഭിക്കുന്നത് തുച്ഛമായ ലാഭം മാത്രമാണ്. 2022 ലിറ്ററിന് 6 രൂപ കൂട്ടി 46 രൂപയാക്കിയിരുന്നു. ഇപ്പോഴത്തെ വില വർധനയിൽ ഹോമോജൈൻസ്ഡ് ടോൺഡ് മിൽക്കിൻ്റെ 1/2 ലിറ്റർ പാക്കറ്റിന് 28 രൂപയായി. എന്നാൽ ഇക്കാലയളവിൽ ക്ഷീരമേഖലയിൽ ഉൽപ്പാദന ചെലവ് 45 മുതൽ 60% വരെയും കൂടി. 2022 കാലിത്തീറ്റ 50 കിലോഗ്രാം ചാക്കിന് 850 രൂപ മുതൽ 950 രൂപയായിരുന്നു. ഇപ്പോൾ 1300 മുതൽ 1600 രൂപ വരെയാണ്. ദിവസവും ശരാശരി 4 മുതൽ 5 വരെ കിലോഗ്രാം തീറ്റ ഒരു പശുവിന് വേണ്ടിവരും. അതിലൂടെ 112 രൂപ മുതൽ 140 രൂപ വരെയും ചിലവാകും. 3 വർഷം മുമ്പ് ഒരു കെട്ട് പുല്ലിന് 40 രൂപ മുതൽ 50 രൂപ ആയിരുന്നെങ്കിൽ ഇപ്പോൾ 100 രൂപയാണ്. പല സൊസൈറ്റികളിലും കർഷകന് ലഭിക്കുന്ന അടിസ്ഥാന വില ലിറ്ററിന് 41 മുതൽ 45 രൂപ വരെയാണ്. പുതിയ വർധനവോടെ ഇത് ശരാശരി 44 രൂപ മുതൽ 49 രൂപയിലേക്ക് ഉയരും. ഒരു പശുവിനെ വളർത്താനുള്ള ശരാശരി ദിവസ ചെലവ് കണക്കുപോലല്ല കാര്യങ്ങൾ. വേനൽക്കാലത്ത് പാൽ ഉൽപ്പാദനം കുറയാറുണ്ട്. ഇടയ്ക്ക് പശുക്കൾക്ക് രോഗം വരും. കറവ കുറഞ്ഞു പോകുക, കറവക്കാരൻ വരാതിരിക്കുക തുടങ്ങിയ പ്രതിസന്ധികളും വരാം. 10 ലിറ്ററിന് പകരം 7 ലിറ്ററായി ഉൽപ്പാദനം കുറഞ്ഞാൽ വരുന്ന നഷ്ടം നികത്താനാവില്ല. 3 വർഷം കൊണ്ട് 60,000 രൂപ മുടക്കിയാൽ നല്ല കറവ പശുവിനെ കിട്ടുമായിരുന്നു. ഇപ്പോൾ കുറഞ്ഞത് 1 ലക്ഷം രൂപ നൽകണം. കാലിത്തീറ്റയ്ക്ക് സബ്സിഡിയും സ്ഥിരമായ വില നിയന്ത്രണ സംവിധാനവും കൊണ്ടുവന്നാലേ ക്ഷീരമേഖലയെ നിലനിർത്താനാകുമെന്ന് ആലപ്പുഴ ചിങ്ങോലി A45D ക്ഷീരോത്പാദക സഹകരണ സംഘം പ്രസിഡന്റ് പറഞ്ഞു. കാലിത്തീറ്റ കമ്പനിക്കാർ പാൽ വില വർദ്ധിക്കുന്നത് നോക്കി നിൽക്കുകയാണ്. അപ്പോൾ പാൽ വില എപ്പോൾ വർദ്ധിക്കുന്നു അതനുസരിച്ച് അവർ കാലിത്തീറ്റയുടെ വിലയും വർദ്ധിപ്പിക്കും. അപ്പോൾ ഇതിനു മുമ്പും ഇങ്ങനെ തന്നെയാണ്. എപ്പോൾ പാൽ വില വർദ്ധിക്കുന്നു അത് നോക്കി കണ്ട് അവരും വില വർദ്ധിക്കുന്നു. അപ്പോൾ കർഷകർക്ക് ഇത് നേട്ടമില്ലാതാകുന്നു. അപ്പോൾ ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം. ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. മറ്റൊരു വീഡിയോ ഉടനെ എത്താം. എല്ലാവർക്കും നന്ദി.